ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തിൽ സംശയം കുടികൊള്ളുമ്പോൾ, ഹൃദയത്തിൽ സംശയം ഇരിക്കുമ്പോൾ ആ വ്യക്തി കഠിനമായ ഒരു പാപത്തിലാണ് ഇരിക്കുന്നതെന്ന് വിശുദ്ധ ലിഖിത പ്രകാരം ഞാനും നിങ്ങളും മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഒരു വ്യക്തി തൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സംഗതികളെ വിശ്വസിച്ചാലോ, ആ വ്യക്തിയോടാണ് സ്വർഗത്തിന് മറ്റാരോടുമില്ലാത്തതിനേക്കാൾ വലിയ സ്നേഹം തോന്നുന്നത്. ഹല്ലേലൂയ. ഇത് നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ദൈവദൂതൻ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ദൈവദൂതൻ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇതാ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ദൈവപുത്രനായിരിക്കും, യേശു എന്ന് പേരിടണം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ലോക ചരിത്രത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടാതെ ഒരു കുട്ടി ഈ ലോകത്തിൽ അങ്ങനെ ജനിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനത്തെ ഒരു ചരിത്ര ലോകത്തിൽ ഉണ്ടായിട്ടില്ല. ചുമ്മാ ഒരു സ്ത്രീ നടന്നു പോകുമ്പം ഗർഭിണിയാകുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനത്തെ ഒരു സംഭവം ലോക ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ദൂതൻ വന്ന് പറയുകയാണ്, നീ ആരോടും കോണ്ടാക്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നീ ആരോടും ബന്ധപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നീ ഒരു പുത്രനെ പ്രസവിക്കും, അത് പരിശുദ്ധാത്മാവ് വന്നിട്ടാണ് പ്രസവിക്കുന്നത്. ഇന്ന് തന്നെ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. പരിശുദ്ധാത്മാവ് വന്നാൽ നമുക്ക് അഭിഷേകം കിട്ടുമെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ മനസ്സിലാക്കാം. പരിശുദ്ധാത്മാവ് വന്നാൽ നമുക്ക് ഭാഷാവരം കിട്ടുമെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ മനസ്സിലാക്കാം. പരിശുദ്ധാത്മാവ് വന്നാൽ രോഗശാന്തി വരം കിട്ടുമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പരിശുദ്ധാത്മാവ് വന്നിട്ട് അങ്ങനെ ഒരു കുട്ടീനെ പ്രസവിക്കുമെന്ന് പറഞ്ഞാൽ അതിന്നും പലർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചിന്തിച്ച് നോക്ക്, 2000 വർഷം മുമ്പ് ആ ഇളം പ്രായത്തിൽ മറിയം എന്ന ബാലിക, ആ ഒരു കുട്ടിയുടെ സ്ഥിതി എന്തായിരുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ മറിയം എന്ന ആ യുവതി അന്ന് ദൈവം പറഞ്ഞതുകൊണ്ട് നടക്കുമെന്ന് ചിന്തിച്ചു, വിശ്വസിച്ചു. അതിൻ്റെ ബാക്കി നൂലാമാലകളെ കുറിച്ച് ചിന്തിക്കാൻ നിന്നില്ല. ദൈവം പറഞ്ഞത് അതുപോലെ വിശ്വസിക്കുന്നൊരു ഹൃദയം മാതാവിനുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ജീവിത പരിജ്ഞാനോ ലോക പരിജ്ഞാനോ വലിയ കോളേജിൽ പോയുള്ള പഠനമോ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിലും വിശ്വാസത്തിൻ്റെ അഭിഷേകം ആ ഹൃദയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വർഗം വന്നിട്ട് മറിയത്തെ അഭിസംബോധന ചെയ്ത് ഉയർത്തി നിർത്തിയിരുന്ന കാറ്റഗറി എന്താണെന്നറിയാവോ? അതാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യം. എലിസബത്ത് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രൈസ് ദി ലോർഡ്. എന്താണ്? ഭാഗ്യവതി എന്ന നിലയിലാണ് പരിശുദ്ധാത്മാവ് മറിയത്തെ കാണുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് മറിയത്തെ കണ്ടപ്പോൾ ഈ ഒരു കാര്യം പരിശുദ്ധാത്മാവ് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് മറിയത്തോട് എലിസബത്ത് വഴി സംസാരിക്കുകയാണ്. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നടക്കുമെന്ന് സംഭവിക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്താ പേര്? ഉറക്കെ പറ, ഉറക്കെ പറ. മായാവതി അല്ല, ഭാഗ്യവതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ പരിശുദ്ധാത്മാവ് സംശയമില്ലാത്ത ഹൃദയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ ലോകത്തിലേക്ക് വെച്ച് ഭാഗ്യമുള്ള ജീവിതം, ഭാഗ്യമുള്ള ഹൃദയം. ഹല്ലേലൂയ. മാതാവിന് ആ ഹൃദയം മാതാവ് കാത്തു സൂക്ഷിച്ച്. പ്രൈസ് ദി ലോർഡ്. ആ ഹൃദയം മാതാവ് കാത്തു സൂക്ഷിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുറത്ത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പുറത്ത് സംഭവിക്കുന്ന പാപങ്ങളെക്കാൾ വലിയ പാപങ്ങൾ സംഭവിക്കുന്നത് അവൻ്റെ ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ വായിച്ചത്, അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റ് ചെയ്യുന്നു. ജഡിക പാപത്തേക്കാൾ അശ്ലീല ഭാവനയേക്കാൾ ലൈംഗികമായ മ്ലേച്ഛത മനസ്സിൽ താലോലിക്കുന്നതിനേക്കാൾ അനേക ഇരട്ടി ഗൗരവവും നാശവും വരുത്തുന്ന പാപമാണ് ഹൃദയത്തിൽ സംശയം താലോലിക്കുക, ഹൃദയത്തിൽ സംശയം വെച്ച് പൂജിക്കുക, ഹൃദയത്തിൽ സംശയത്തോടെ ആത്മീയ കാര്യങ്ങളെ, ഹൃദയത്തിൽ സംശയിച്ച് ആത്മീയ കാര്യങ്ങളെ നിരസിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നവർ വലിയ പാപത്തിന്റെ ബന്ധനത്തിലിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇങ്ങനെ ഒരു വ്യക്തി സംശയത്തിലിരിക്കുമ്പോൾ അത് ദൈവത്തെ അങ്ങേയറ്റം ദുഃഖിപ്പിക്കുന്നെന്ന് മാത്രമല്ല, ആ വ്യക്തി ദൈവ കോപത്തിൽ ഇരിക്കുന്നു എന്നാണ് പറയണത്. വിശ്വസിക്കുന്ന വ്യക്തി ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന നിലയിൽ പരിശുദ്ധാത്മാവ് കാണുമ്പോൾ, സംശയിക്കുന്ന വ്യക്തിയെ ബൈബിൾ കാണിക്കുന്നത് അവൻ ദൈവ കോപത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവിക കാര്യങ്ങളെ സംശയിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നിങ്ങളുടെ ഹൃദയമായി തീർന്നിരിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ദൈവ കോപത്തിൽ ഇരിക്കുന്നു. അതിൽ നിന്ന് രക്ഷിക്കാൻ മനുഷ്യന് കഴിയുകയില്ല. ഇന്ന് എൻ്റെ നിങ്ങളുടെ അടിസ്ഥാനപരമായ ഒരു കർത്തവ്യം ഹൃദയത്തിലുള്ള അവിശ്വാസം പരിഹരിച്ച്, ഹൃദയത്തിലുള്ള സംശയത്തെ പറിച്ചു കളഞ്ഞ് ഹൃദയത്തിൽ വിശ്വാസം നിറയ്ക്കുക എന്നുള്ളതാണ്. യോഹന്നാൻ 3:36 അവിടെ വചനം പഠിപ്പിക്കുകയാണ്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. യേശുവിലും യേശുവിൻ്റെ വചനത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ, യേശുവിലും യേശുവിൻ്റെ വചനത്തിലും യേശുവിൻ്റെ വാഗ്ദാനങ്ങളിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ ദൈവത്തിൻ്റെ പ്രീതിയിൽ ഇരിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തുവിലും യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളിലും വാഗ്ദാനങ്ങളിലും വിശ്വസിക്കാൻ കഴിയാത്ത വിധം സംശയമുള്ളൊരു ഹൃദയമാണോ, അവൻ ദൈവ കോപത്തിൽ ഇരിക്കുന്നു. അതാണ് യോഹന്നാൻ 3:36. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, അവൻ ദൈവ കോപത്തിൽ ഇരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ദൈവപുത്രൻ ഈ കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-16 തിരുലിഖിതങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അപ്പോൾ സുവിശേഷ പ്രസംഗകർ നിങ്ങളുടെ അടുത്ത് വരും. അവർ സുവിശേഷം പ്രസംഗിക്കും, യേശുവിനെ കുറിച്ച് പ്രസംഗിക്കും, സ്വർഗത്തെക്കുറിച്ച് പ്രസംഗിക്കും, മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിക്കും, നരകത്തെക്കുറിച്ച് പ്രസംഗിക്കും, യേശുവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ച് പ്രസംഗിക്കും, ദൈവരാജ്യത്തെക്കുറിച്ച് സുവിശേഷ പ്രസംഗകർ നിങ്ങളുടെ അരികിൽ വന്ന് പ്രസംഗിക്കും. വൈദികർ അത് പ്രസംഗിക്കും, സഭ അത് പ്രസംഗിക്കും. എന്നിട്ട് കർത്താവ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം, ലോകമെങ്ങും പ്രസംഗിക്കണം, അട്ടപ്പാടിയിലും പ്രസംഗിക്കണം, എന്നിട്ടോ എല്ലാ സൃഷ്ടികളോടും പ്രസംഗിക്കണം. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. ഇത് അസന്നിഗ്ധമായി ദൈവപുത്രൻ പഠിപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിശ്വാസം ദൈവകോപം വിളിച്ചു വരുത്തുന്നു, അവിശ്വാസം ശിക്ഷാവിധി വിളിച്ചു വരുത്തുന്നു. ഇത് ദൈവത്തിൻ്റെ പുത്രൻ യേശു ക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാർക്കും തിരുസഭയ്ക്കും പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ, ഉറക്കെ പറ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തെയും ദൈവം അയച്ച ദൈവത്തിൻ്റെ ദാസൻ്റെ പ്രവർത്തനത്തെയും അവിശ്വസിച്ച ഒരു വ്യക്തിയുടെ അനുഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏലീഷ പ്രവാചകൻ, അദ്ദേഹം സമരിയ രാജാവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സേനാനായകൻ തൊട്ടടുത്ത് നിൽക്കുകയാണ്. സമരിയ രാജാവ് ഏലീഷായോട് പറഞ്ഞു, ഈ സമരിയ ദേശം മുഴുവനും കടുത്ത ദാരിദ്ര്യത്തിലെ ക്ഷാമത്തിലുമാണ്. അമ്മമാർ കുഞ്ഞുങ്ങളെ വേവിച്ച് തിന്നുന്നത് പോലെ ദാരിദ്ര്യം ഈ ദേശത്ത് കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചക, ഇതിൽ നിന്ന് രക്ഷിക്കാൻ വല്ല വഴിയുണ്ടോ? ഏലീഷ പ്രവാചകനോട് സമരിയ രാജാവ് ചോദിച്ചു. അപ്പോൾ സമരിയ രാജാവിനോട് ഏലീഷ പ്രവാചകൻ പറഞ്ഞ മറുപടി രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമരിയ രാജാവിന് ഏലീഷ പറഞ്ഞിങ്ങനെയാണ്: നാളെ ഈ നേരം ആകുമ്പോഴേക്കും സമരിയായിൽ വലിയ സമൃദ്ധി ഉണ്ടാവും. രാജാക്കന്മാർ 2-ാം പുസ്തകം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സേനാനായകൻ ഉടനെ പറയുകയാണ്, അത്ര വലിയ സമൃദ്ധി 24 മണിക്കൂറിനുള്ളിൽ ഒരു രാജ്യത്ത് വരിക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. വല്ല പഞ്ചവത്സര പദ്ധതി വഴിയോ വല്ല ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇടിപടി എന്ന് പറഞ്ഞ് 24 മണിക്കൂർ, നാളെ ഈ നേരം ആകുമ്പോഴേക്കും ഈ രാജ്യം മുഴുവൻ സമൃദ്ധി കൊണ്ട് നിറയുമെന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്കൊന്നും മനസ്സിലാക്കാൻ അത്ര എളുപ്പമുള്ള സംഗതിയല്ല. വിശ്വസിക്കാൻ ഒത്തിരി പ്രയാസമുണ്ട്. ഇന്ന്
സേനാനായകൻ പറഞ്ഞു. അപ്പം തന്നെ മറുപടി ഉണ്ടായി. എലീഷ പ്രവാചകൻ ആ സേനാനായകനോട് പറഞ്ഞു, അല്ലയോ സേനാനായക, പടനായക, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പരിശുദ്ധാത്മ ശക്തിയാൽ സംഭവിക്കും, എന്നാൽ അത് തിന്നാൻ നാളെ ഈ നേരാമം നീ ഉണ്ടായില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. ആ രാത്രിയിൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി. സിറിയൻ സൈന്യത്തിന് വലിയ സൈന്യവ്യൂഹങ്ങളുടെ ചിലമ്പൊലി കേൾപ്പിച്ച്, സൈന്യവ്യൂഹങ്ങളുടെ ഇരമ്പൽ കേൾപ്പിച്ച് ആ സിറിയൻ സൈന്യത്തെ പലായനം ചെയ്യിച്ച് ആ സിറിയൻ സൈന്യത്തിൻ്റെ ഭക്ഷ്യശേഖരം മുഴുവനും നേരം വെളുത്തപ്പോൾ സമറിയ രാജാവ് സമറിയ ദേശത്തേക്ക് കൊണ്ടുവന്നു. സമറിയയിലെങ്ങും വലിയ സമൃദ്ധി ഉണ്ടായി. എല്ലാവരും കൂട്ടം കൂട്ടമായി വന്ന് ഈ ഭക്ഷ്യശേഖരത്തിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടുപോയി. അങ്ങനെ ജനക്കൂട്ടം വളരെയധികം നിയന്ത്രണം വിടുന്ന സ്ത്രീ ആയപ്പോൾ സൈന്യത്തെ, പട്ടാളത്തെ നിയോഗിച്ചു ജനത്തെ ഓർഡറാക്കാൻ. എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ജനത്തിന് നിയന്ത്രണം വിട്ട് അവരിരച്ചു കയറിയപ്പോൾ പടനായകൻ അവരുടെ ഇടയിൽപ്പെട്ട് ചവിട്ടേറ്റ്, ജനങ്ങളുടെ ചവിട്ടേറ്റ് ചതഞ്ഞരഞ്ഞ് പൊടിയായി. വൈകുന്നേരം എല്ലാവരും, സമറിയ രാജ്യത്തുള്ള എല്ലാവരും സുഭിക്ഷത അനുഭവിച്ചപ്പോൾ ഇതാ പട്ടാളക്കാർ കുറച്ച് പേര് വന്ന് സേനാനായകനെ ഒരു കൊട്ടയ്ക്കകത്ത് അടിച്ചു കോരി എടുത്തുകൊണ്ട് പോയി. ഇതാണ് എലീഷ പ്രവാചകൻ പറഞ്ഞത്, പടനായക, ഞാൻ ഈ പറഞ്ഞ കാര്യം നാളെ ഈ സമയം അമ്മ സംഭവിച്ചിരിക്കും, പക്ഷേ അതിൽ നിന്ന് തിന്നാൻ നീ ഉണ്ടായില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നോക്ക്, അപ്പോഴേക്കപ്പോഴേ അവിടെ ദൈവത്തിൻ്റെ ശക്തി ആ മനുഷ്യന് വേണ്ടി വിപരീതമായി വ്യാപരിച്ച്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മളുടെ കുടുംബങ്ങളിലും നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിലും ആത്മീയ ജീവിതത്തിലുള്ള ഒരുപാട് ദുരന്തങ്ങളുടെ പിന്നിൽ ഇതുപോലുള്ള സംശയത്തിൻ്റെയും ഇതുപോലുള്ള മുരട്ടുവാദത്തിൻ്റെയും സ്വാധീനം ഇല്ല എന്ന് ചിന്തിച്ചു നോക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന കേൾക്കാതെ ചില കഠിനമായ അവസ്ഥ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഈ സേനാനായകന് വേണ്ടി പിറ്റേ ദിവസം രാവിലെ വട്ടായിലച്ച പ്രാർത്ഥിക്കുന്ന വിചാരിക്കുക, ദൈവമേ സമൃദ്ധി കൊടുക്കണേ, അദ്ദേഹത്തിന് ആയുസ് കൊടുക്കണേ, ആരോഗ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചാലും വൈകുന്നേരം കോട്ടയ്ക്കകത്ത് അടിച്ചു കോരും. എന്താ കാരണം? പ്രവാചകൻ പ്രഖ്യാപിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് മുദ്ര ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അവിശ്വാസത്തിൻ്റെ വാക്കുകളും അവിശ്വാസത്തിന്റെ മനോഭാവവും നാശം വിളിച്ചു വരുത്തും. ഹല്ലേലൂയ. അതിൻ്റെ മുകളിൽ മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പിന്നെ എന്ത് നടക്കുന്ന പറയണത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല അനർത്ഥങ്ങളുടെയും പലതരത്തിലുള്ള തകർച്ചകളുടെയും പലതരത്തിലുള്ള ദുർപീഡകളുടെയും ആത്മീയ പരാജയത്തിൻ്റെയും തഴക്കദോഷങ്ങളുടെയും തലപൊക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഓരോ തരത്തിലുള്ള അവസ്ഥകളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഞാനും നിങ്ങളും ഇന്നലകളിൽ വെച്ച് പുലർത്തിയ അവിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും മുരട്ടുവാദത്തിൻ്റെയും ജീവിത രീതികളല്ലേ എന്ന് ചിന്തിച്ച് നോക്കണം. ഈ നിമിഷങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം. ഇത് നിസ്സാര സംഗതിയല്ല. ഒരു വൈദിക എന്ന നിലയിൽ എനിക്ക് വിശ്വാസത്തിൻ്റെ സമൃദ്ധി വേണം. ഒരു അൽമായ ഒരു കുടുംബനാഥൻ നിലയിൽ നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ സമൃദ്ധി വേണം. വിശ്വാസത്തിൻ്റെ സമൃദ്ധിയിൽ നിന്നേ മറ്റുള്ളവർക്ക് വിശ്വാസം കൊടുക്കാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം കൊടുക്കാനും വാങ്ങാനും നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ജനതയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ജനത. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എനിക്ക് വിശ്വാസത്തിൻ്റെ സമൃദ്ധി ഉണ്ടെങ്കിലേ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കുടുംബനാഥൻ നല്ല വിശ്വാസത്തിൻ്റെ സമൃദ്ധി ഉണ്ടെങ്കിലേ നിങ്ങളുടെ മക്കൾക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ ജീവിതാന്തസ്സിൽപ്പെട്ടവർക്ക് ദൈവം സ്വർഗം ആഗ്രഹിക്കുന്ന വളരെ മസ്റ്റായിട്ടുള്ള ഒരു സമ്പത്താണ് വിശ്വാസത്തിൻ്റെ കൃപ. ദൈവം അത്യധികം വെറുക്കുന്ന ഒരു പാപമാണ് സംശയത്തിൻ്റെ പാപം. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഏതേൻ തോട്ടത്തിൽ ആദിമാതാപിതാക്കള് ആദം അവയെ നല്ല സുഖമായിട്ട് നടക്കുകയായിരുന്നു. അവർക്ക് തുണിയും വേണ്ട, ഒന്നും വേണ്ട, ഭക്ഷണവും വേണ്ട, അടുക്കളയും വേണ്ട, വീടും വേണ്ട, ഒന്നുമില്ല, സുഖമായിട്ട് നടക്കുകയായിരുന്നു. അങ്ങനെ അലക്കലുമില്ല, കുളിക്കലുണ്ടെന്നൊക്കെ അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ അവർക്ക് ഒരുപാട് സമയം ഉറങ്ങാൻ കിട്ടുമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ അവർ നടക്കുമ്പോൾ ഈ സർപ്പം എന്ന് പറഞ്ഞ സാധനം വന്നു. ആ സർപ്പം വന്നിട്ട് ഇവരിൽ കുത്തിവെച്ച ആദ്യത്തെ പാപം എന്താണ്? സംശയം. ഈ സർപ്പം വന്ന് ചെയ്ത ആദ്യത്തെ ഒരു പാപം ഈ ജനത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രിയ പുത്രൻ്റെയും പുത്രിയുടെയും മേൽ കുത്തിവെച്ച് സംശയം. എന്താ പറഞ്ഞത്? ദൈവം ഹവ്വായോട് പറഞ്ഞു, ഈ മരത്തിൻ്റെ പഴം തിന്നാൽ നിങ്ങൾ അന്ന് മരിക്കും. അപ്പോൾ സർപ്പം ഹവ്വായോട് പറഞ്ഞു, നോ 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 നോ, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് അങ്ങോട്ട് കണ്ണു അടച്ച് അന്ധവിശ്വാസത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങളും മനുഷ്യന്മാരൊക്കെ അല്ലേ, കുറച്ചൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ?
ഈ ബുദ്ധി എന്തെങ്കിലും ചിന്തിക്കാൻ വേണ്ടിയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇത് തിന്നാൽ ഞാൻ പറയുന്നു നിങ്ങളുടെ കണ്ണ് തെളിയും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ദൈവം നിങ്ങളുടെ ഉയർച്ചയിൽ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്, നിങ്ങൾ ദൈവത്തെ പോലെ ആകാതിരിക്കാൻ വേണ്ടി ദൈവം നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഇത് തിന്നരുതെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒന്ന് തിന്നു നോക്കി വിവരം അറിയുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സംശയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, ദൈവം പറഞ്ഞ വാക്കുകളിൽ സംശയമുണ്ടായി. ദൈവം പറഞ്ഞ എവിടെ സംശയമുണ്ടോ അവിടെ നിന്ന് അനുസരണക്കേടിലേക്കാണ് അടുത്ത സ്റ്റെപ്പ് നീങ്ങുന്നത്. ഹല്ലേലൂയ. ഇതാ ദൈവത്തിൻ്റെ വാക്കുകളെ സംശയിച്ചു, ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിച്ചു, ദൈവത്തിൻ്റെ പദ്ധതിയെ സംശയിച്ചു. സാത്താൻ്റെ ഡ്യൂട്ടിയാണ് മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചും സംശയം ഉണ്ടാക്കിക്കുക. സന്ധ്യാപ്രാർത്ഥനയെക്കുറിച്ച് സംശയം തോന്നിപ്പിക്കും. ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് സന്ധ്യാപ്രാർത്ഥന എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നിങ്ങളോട് ചോദിച്ചിട്ടില്ലേ വീട്ടിൽ നിന്ന്? നിങ്ങൾ ഇപ്പോൾ ഇത്തിരി അസ്ഥിമൂത്ത് ജീവിതാനുഭവം വന്ന് നല്ല മേടൊക്കെ കിട്ടിയുള്ളവർക്ക് സംശയം തോന്നാൻ സാധ്യതയില്ല. എന്നാൽ ഈ ഞരമ്പളക്കം പിടിച്ചൊരു തലമുറയുണ്ടല്ലോ, പുതിയത് അനുഭവത്തിലേക്കോട്ട് ആയിട്ടുമില്ല, എന്നാൽ മഞ്ഞ മാറുകയും ചെയ്ത്, അങ്ങനത്തെ ഒരു സമയമില്ലേ? പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് ഇങ്ങനെ ഓരോരോ സംശയങ്ങൾ തോന്നും. ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഇങ്ങനെ പള്ളി പോയിട്ട് എന്താ കാര്യം? ഈ അട്ടപ്പാടിലെ ദൈവം തന്നെയല്ല നമ്മുടെ വീട്ടിലുള്ളത്, വീട്ടിൽ ഇരുന്നാൽ പോരെ? ചോദിച്ചിട്ടില്ലേ? ഈ അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് വെളുപ്പിനെ എഴുന്നേറ്റ് അല്ലെങ്കിൽ തലേ ദിവസം തന്നെ പശുവിനൊക്കെ പുല്ലൊക്കെ ചെത്തിയിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് പൈസ കടം വാങ്ങി എങ്ങനെയെങ്കിലും കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം, ദൈവം എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അട്ടപ്പാടിക്ക് പോകുമ്പം വീട്ടിൽ ഇരിക്കണേ പൂർണ്ണാസുകൾ ചോദിക്കുകയാണ്, ആ അട്ടപ്പാടിലെ ദൈവം തന്നെയല്ല ഈ വീട്ടിൽ ഇരിക്കണം, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പറ്റും, പ്രാർത്ഥിക്കണമെങ്കിൽ തന്നെ വേഷം കെട്ടാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുത്തുവാക്ക് പറഞ്ഞ് മുറിവേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ സംശയം തോന്നിപ്പിക്കുക. ബൈബിളിലെ ഓരോരോ ചെറിയ തരത്തിലുള്ള സംശയം തോന്നിപ്പിക്കുക. സഭയെ കുറിച്ച് സംശയം, ബിഷപ്പ്മാരെ കുറിച്ച് സംശയം, വൈദികരെ കുറിച്ച് സംശയം, കൂതാശകളെ കുറിച്ച് സംശയം. വേറെ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഈ കള്ളിനെ കുറിച്ചോ ബ്രാൻഡിനെ കുറിച്ചോ ഒരു ബ്രാൻഡിനെ കുറിച്ച് ആർക്കും സംശയമില്ല. ഞാനിതുവരെ അതിനെക്കുറിച്ച് സംശയം ചോദിക്കുന്നത് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിന്മയെക്കുറിച്ച് ആർക്കും സംശയം തോന്നുന്നില്ല, ഉള്ളിൽ നിന്നൊന്നും തോന്നാനില്ല. എന്നാൽ ദൈവിക കാര്യങ്ങളെക്കുറിച്ച്, ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് 100 സംശയങ്ങളാണ് അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സാത്താൻ്റെ അടിസ്ഥാനപരമായ ഒരു കൗശലമാണ്. സാത്താൻ്റെ കൗശലം നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുന്ന വ്യാജേന നമ്മളെ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചും ദൈവത്തിലുള്ള ജീവിതത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചെല്ലാം സംശയം ജനിപ്പിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നിമിഷം കാലാകാലങ്ങളായി എന്നെയും നിങ്ങളെയും തിരുസഭയെയും തിരുസഭയുടെ മക്കളെയും സംശയമെന്ന കെണി വെച്ച് പിടിച്ചുകൊണ്ടിരുന്ന സാത്താൻ്റെ കുതന്ത്രങ്ങൾക്കെതിരെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവനെ വിട്ടുപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നപ്പോൾ തയ്യാറെടുത്തുകൊള്ളുക. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വീട്ടിലിരിക്കുന്നവരും കടകളിലിരിക്കുന്നവരും വായനശാലയിൽ ഇരിക്കുന്നവരും മകനെ മകളെ നീ ഇപ്പോൾ മനസ്സ് വെച്ചാൽ ഇത് ദൈവത്തെ വിളിക്കേണ്ട സമയമാണ്. അധർമ്മി തൻ്റെ ചിന്താഗതി ഉപേക്ഷിക്കട്ടെ, ദുഷ്ടൻ തൻ്റെ മാർഗങ്ങൾ ഉപേക്ഷിക്കട്ടെ, അവൻ കർത്താവിലേക്ക് തിരിയട്ടെ. യെശയ്യാ പ്രവചനത്തിൽ 55-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ. യേശുവേ, യേശുവേ. ഓ ദൈവമേ, ഈ ദൈവമക്കളെ കാലാകാലങ്ങളായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന എല്ലാ തരത്തിലുള്ള തിന്മയുടെ ദുരാത്മാക്കളുടെ കുതന്ത്രങ്ങളും, അവിശ്വാസം, സംശയം, എതിർപ്പ്, അനുസരണക്കേട്, മല്ലടിക്കുന്ന സ്വഭാവം, ഭക്തിരാഹിത്യം, വിശ്വാസക്കുറവ്, ഇങ്ങനെയുള്ള മേഖലകളിൽ ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക പീഡകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. സാത്താനെ എതിർത്തു നിൽക്കുക, അവൻ നിങ്ങളിൽ നിന്ന് ഓടിയാകുന്നുകൊള്ളും. ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്, പിശാചിനെ എതിർത്തു നിൽക്കുക, അവൻ നിങ്ങളിൽ നിന്ന് ഓടിയാകുന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടെ നിങ്ങളോട് ചേർന്ന് നിൽക്കും. യാക്കോബ് ശ്രീകാട് ലേഖനം 4-ാം അധ്യായം 8 മുതലുള്ള തിരുലിഖിതങ്ങൾ. പിശാചിനെ എതിർക്കുക, 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 അവൻ നിങ്ങൾ ഓടിയാകുന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടെ നിങ്ങളോട് ചേർന്ന് നിൽക്കും. യേശുനാമത്തിൽ സാത്താനെ ബന്ധിക്കുന്നു, വിട്ടുപോകട്ടെ.
എതിർക്കേണം നാം എതിർക്കേണം സാത്താന്റെ ശക്തികളെ. എതിർക്കേണം നാം എതിർക്കേണം സാത്താന്റെ ശക്തികളെ. ഓടിപ്പോകും നമ്മെ വിട്ടു പോകും ദൈവത്തിൻ വചനമിത്. ഓടിപ്പോകും നമ്മെ വിട്ടു പോകും ദൈവത്തിൻ വചനമിത്. കോട്ടകൾ കോട്ടകൾ വിരട്ട യേശു വിജയക്കൊടി. യേശുവിൻ നാമത്തിനാ കോട്ടകൾ വിരട്ട യേശു വിജയക്കൊടി. യേശുവിൻ നാമത്തിനാ എതിർക്കേണം നാം എതിർക്കേണം സാത്താന്റെ ശക്തികളെ. എതിർക്കേണം നാം എതിർക്കേണം സാത്താന്റെ ശക്തികളെ. ഓടിപ്പോകും നമ്മെ വിട്ടു പോകും ദൈവത്തിൻ വചനമിത്. ഓടിപ്പോകും നമ്മെ വിട്ടു പോകും ദൈവത്തിൻ വചനമിത്. കോട്ടകൾ കരങ്ങൾ ഉയർത്തി അടിക്കുന്നു. എല്ലാ ദൈവമക്കളും വിശ്വാസത്തോടെ ഹൃദയത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. സാത്താൻ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് വിതച്ചിട്ടിരിക്കുന്ന സംശയത്തിന്റെ വിത്തുകൾ ഈ ശുശ്രൂഷ സമയത്ത് ഹൃദയങ്ങളിൽ നിന്ന് നിർവീര്യമാകട്ടെ. അന്ധകാര ശക്തികളെ അവിശ്വാസ ചിന്തകളെ വിട്ടുപോ വിട്ടുപോകാ. യേശുവിൻ നാമത്തിൽ വിട്ടുപോ വിട്ടുപോകാ. കോട്ടകൾ വിരട്ട യേശു വിജയക്കൊടി. യേശുവിൻ നാമത്തിനാ ശത്രുവിൻ കോട്ടകൾ വിരട്ട യേശു വിജയക്കൊടി. യേശുവിൻ നാമത്തിനാ ശത്രുവിൻ കോട്ടകൾ വിരട്ട യേശു വിജയക്കൊടി. യേശുവിൻ നാമത്തിനാ യേശുവിൻ നാമത്തിനാ യേശുവിൻ നാമത്തിനാ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശുദ്ധ കുരിശിന്റെ ആശീർവാദത്തിൽ ഓരോ കുടുംബങ്ങളിൽ നിന്നും വംശത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും തിരുസഭയിൽ നിന്നും വിശുദ്ധ പ്രബോധനങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്ന ബൈബിളിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ആത്മീയതയിൽ നിന്നും ദൈവമക്കളെ അകറ്റിക്കൊണ്ടുപോകുന്ന എല്ലാ തരത്തിലുള്ള കൗശലക്കാരൻ്റെ എല്ലാ കൗശലങ്ങളിൽ നിന്ന് ദൈവമക്കളെ വിടുവിച്ചുകൊണ്ട് കുരിശിന്റെ ആശീർവാദം നൽകി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഓ ദൈവമേ, കാലാകാലങ്ങളായി വളരെ കൗശലപൂർവ്വം സാത്താൻ തൻ്റെ വഞ്ചനയാൽ ബന്ധിച്ചിട്ടിരിക്കുന്ന ആത്മാക്കളെ പ്രത്യേകിച്ച് ആത്മതയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും എല്ലാ തരത്തിലുള്ള വിശുദ്ധ കാര്യങ്ങളിൽ നിന്നും തിരുസഭയിൽ നിന്നും ദേവാലയ കർമ്മങ്ങളിൽ നിന്നും വിശുദ്ധ കൂദാശകളിൽ നിന്നും സന്ധ്യാപ്രാർത്ഥനയിൽ നിന്നും ദൈവവചന ധ്യാനത്തിൽ നിന്നും ആത്മീയ ശുശ്രൂഷകരിൽ നിന്നും പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളിൽ നിന്നും ദൈവമക്കളെ തെറ്റായ അറിവ് നൽകി തെറ്റായ ചിന്തകൾ നൽകി സംശയം ജനിപ്പിച്ച് അകറ്റിക്കൊണ്ടുപോയിരിക്കുന്ന വിശ്വാസികളുടെ ഹൃദയങ്ങളെ സംശയമൂലം ദുഷ്ടഹൃദയമാക്കിയ എല്ലാ തിന്മയുടെ അരൂപികളെയും ദുരാത്മസേനകളെയും സംശയത്തിന്റെ ആത്മാവിനെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ദുരാത്മാവേ, നസ്രായന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഇപ്പോൾ ദൈവമക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടുമാറി പോവുക. യേശുവിന്റെ നാമത്തിൽ തകർക്കുക. യേശുവിന്റെ നാമത്തിൽ തകർക്കുക. ചിഹ്നമായി പോകണം.
ആരാധന ആരാധന. In the name of Jesus Christ. Hallelujah. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ. രാജാക്കന്മാർ രണ്ടാമത്തെ അധ്യായത്തിൽ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ഏലീഷ ഒരു പട്ടണത്തിലേക്ക് ചെന്നപ്പോൾ ആ പട്ടണവാസികൾ ഏലീഷായോട് പറഞ്ഞു, പ്രഭോ നോക്കൂ, ഈ പട്ടണം വളരെ താമസിക്കാൻ വളരെ പറ്റിയ സ്ഥലമാണ്. എന്നാൽ ഇവിടുത്തെ വെള്ളം ഫലശൂന്യമാണ്. ഈ സ്ഥലം ഫലശൂന്യമാണ്. ഇവിടുത്തെ വെള്ളം രോഗകാരണമായി തീരുന്നു. അവർക്കതാ അറിയാവുള്ളൂ, ഈ സ്ഥലത്ത് എന്ത് ചെയ്താലും മേൽഗതി ഉണ്ടാകുന്നില്ല. ഇവിടുത്തെ വെള്ളം കുടിക്കുന്നവർക്ക് രോഗികളായി മാറുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പട്ടണത്തിൻ്റെ വിഷമം ഈ പട്ടണവാസികൾ ഏലീഷായോട് പറഞ്ഞു. ഏലീഷായ്ക്ക് കാര്യം മനസ്സിലായി. ഏലീഷ പറഞ്ഞു, ഒരു പുതിയ പാത്രം കൊണ്ടുവരിക. ഉടനെ അവർ ഒരു പുതിയ പാത്രം കൊണ്ടുവന്നു. കുറച്ച് ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. കുറച്ച് ഉപ്പ് കൊണ്ടുവന്നു. എന്നിട്ട് ഏലീഷ പറഞ്ഞു, ഒരു ഉറവയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോവുക. അവർ ഏലീഷായെ ഒരു ഉറവയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഏലീഷ ആ ഉപ്പെടുത്ത് വാഴ്ത്തി ദൈവത്തെ ആരാധിച്ചിട്ട് ആ ഉറവയിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു, ഇന്ന് കർത്താവ് ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. അന്ന് തൊട്ട് ആ വെള്ളം ശുദ്ധമാണ്. അന്ന് തൊട്ട് ആ മണ്ണിൻ്റെ മേലും കാലാവസ്ഥയുടെ മേലെ കെട്ടുകൾ അഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വേറൊരു വാക്കി പറഞ്ഞാൽ, നൂറ്റാണ്ടുകളായി ജെറീക്കോയുടെ മേലുണ്ടായിരുന്ന ശാപത്തിൻ്റെ കെട്ടുകൾ ഏലീഷ ഒരു മിനിറ്റ് ഒരു സെൻറ്റൻസ് ഉച്ചരിച്ചപ്പോൾ വിട്ടുമാറിപ്പോയി. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അതാണ് ദൈവം തെരഞ്ഞെടുത്തവർക്ക്, അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത് അധികാരപ്പെടുത്തി അയച്ചിരിക്കുന്നവർ, നിങ്ങൾ ബന്ധിക്കുന്നവ ബന്ധിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ അഴിക്കുന്നവ അഴിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞ് അധികാരപ്പെടുത്തി വിട്ടിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അഴിക്കുമ്പോൾ ശാപത്തിൻ്റെ കെട്ടുകൾ അഴിയും. യേശുവിൻ്റെ നാമത്തിൽ അഴിക്കുമ്പോൾ പൈശാചിക പീഡകൾ അഴിയും. യേശുവിൻ്റെ നാമത്തിൽ ബന്ധനം അഴിക്കുമ്പോൾ മണ്ണിൽ നിന്നും കാലാവസ്ഥയിൽ നിന്നും ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും തിന്മയുടെ കെട്ടുകൾ അഴിഞ്ഞ് വിടുതലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ വൈദികർ ഒരുമിച്ച് ഈ സമൂഹത്തിലെ കുടുംബങ്ങളിൽ, ഏതെങ്കിലും കുടുംബങ്ങളിൽ മാതാപിതാക്കളുടെ ശാപങ്ങളോ തലമുറയായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആളുകളുടെ പ്രാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രാഗിയ വാക്കുകൾ വഴിയുള്ള ആ പ്രാക്ക് വാക്ക് വഴി വന്നിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും വിട്ടുപോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ അങ്ങോട്ടൊരു അനുഗ്രഹത്തിൻ്റെ തലമുറ ഉണ്ടാകാനാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങയുടെ അത്ഭുത രക്തത്തിന്റെ ശക്തിയാൽ ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ശാപങ്ങളും അതിന്റെ സ്വാധീനങ്ങളും ഇപ്പോൾ അവിടുന്ന് തകർക്കണമേ. ഗുരുഭൂതന്മാരുടെയോ മാതാപിതാക്കളുടെയോ മറ്റാരുടെയെങ്കിലുമോ ശാപവാക്കുകൾ വഴി പ്രാക്ക് വഴി ഞങ്ങളുടെ ജീവിതത്തിലോ കുടുംബങ്ങളിലോ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളും തകർച്ചകളും നിലനിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവായ യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ എല്ലാ ശാപങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും വസ്തുവകകളിൽ നിന്നും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്ന സമയത്ത് വൈദികർ അൾത്താരയിൽ നിന്ന് കരങ്ങൾ ഉയർത്തി പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ച് സഭയോട് ചേർന്ന് തിരുസഭയുടെ അധികാരത്തിൽ പങ്കുചേർന്നുകൊണ്ട് ശാപത്തിന്റെ കെട്ടുകൾ അഴിച്ച് ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങളടിച്ച് അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം യേശുവിന്റെ തിരുരക്തം ബന്ധനമഴിയട്ടെ,
കരങ്ങൾ ഉയർത്തി നമ്മുടെ ജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെ എല്ലാം കർത്താവായി യേശുവിനെ ആരാധിക്കുകയാണ്. ഇന്ന് മുതൽ അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ്. യേശുവാണ് കുടുംബത്തിൻ്റെ രാജാവ്. എൻ്റെ ജീവിതത്തിൻ്റെ രാജാവ് യേശുവാണ്. കോയമ്പത്തൂരിൽ നിന്ന് ചേട്ടൻ പറഞ്ഞു, പിന്നീട് അങ്ങോട്ട് എന്നും പ്രാർത്ഥിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ട്. പുകവലി ഒരിക്കലും പിന്നെ പറ്റുന്നില്ല. ആ ശരീരം യേശുവിൻ്റെ വിശുദ്ധി കൊണ്ട് ആ ദൈവം വ്യത്യാസപ്പെടുത്തിയെടുത്തു. അതുപോലെ ഒരു പുതിയ ജനനം, ഒരു പുതിയ യുഗം. യേശുവിനെ കർത്താവായി ആരെന്ന്, ഈശോയെ കർത്താവായി അധിപതിയായി എൻ്റെ ജീവിതത്തിൽ വാഴണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, ഈശോയെ. മരണത്തെ ജയിച്ചവനെ ഈശോയെ, മരണത്തെ ജയിച്ചവനെ ഈശോയെ, മരണത്തെ ജയിച്ചവനെ ഈശോയെ, മരണത്തെ ജയിച്ചവനെ കർത്താവായി അധിപതിയായി കർത്താവായി അധിപതിയായി എന്നും നീ വാഴണമേ, കർത്താവായി അധിപതിയായി എന്നും നീ വാഴണമേ. ചന്ദനമണിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ചന്ദനമണിയട്ടെ, യേശുവിന്റെ തിരുരക്തം നിറയട്ടെ, യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, ഞങ്ങളിൽ നിറയട്ടെ, ഞങ്ങളിൽ നിറയട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്ന സമയത്ത് ഇവിടെ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ഓരോ തിന്മയെ ശാസിച്ച് ബന്ധിച്ച് കെട്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് എല്ലാ പിശാചുകളുടെ മേലും തിരുസഭയ്ക്കുന്ന അധികാരം ഉപയോഗിച്ച് പൗരോഹിത്യത്തിന്റെ കൂട്ടായ്മയിൽ വൈദികർ ഒരുമിച്ചൊരു കൂട്ടായ്മയായി മനത്തോടെ പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയിലെ എല്ലാ മെത്രാൻ സംഘങ്ങളോട് കർദിനാൾ സംഘങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് അപ്പോസ്തല നിരകളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ദൈവമക്കളുടെ കുടുംബങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവമക്കളിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും കാലാകാലങ്ങളായി ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നാരകീയ സേനകളെയും ദുഷ്ടാത്മ ശക്തികളെയും പൈശാചിക വ്യൂഹങ്ങളെയും കൂടോത്രം, മന്ത്രവാദം, ആഭിചാരങ്ങൾ, ഒന്നാം പ്രമാണ ലംഘനങ്ങൾ ഇവ വഴി ഇവരുടെ മേൽ സ്വാധീനം ഉറപ്പിച്ച് ആധിപത്യപ്പെടുന്ന എല്ലാ ദുഷ്പ്രഭുത്വങ്ങളെയും ആധിപത്യങ്ങളെയും വഷളശക്തികളെയും എല്ലാ ഗൂഢശക്തികളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിച്ചു കെട്ടി നിത്യാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. പൈശാചിക ശക്തികളെ, ദുരാത്മ വ്യൂഹങ്ങളെ, നാരകീയ സേനകളെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ ദൈവമക്കളെയും കുടുംബങ്ങളെയും വിട്ടൊഴിഞ്ഞ് നിത്യനരകാഗ്നിയിൽ ഇപ്പോൾ നിബന്ധിക്കുക. സാത്താന്റെ കോട്ടകൾ തകർന്നു വീഴും യേശുവിൻ നാമത്തിൽ, മന്ത്രങ്ങൾ കത്തിപ്പോകും യേശുവിൻ നാമത്തിൽ. സാത്താന്റെ കോട്ടകൾ തകർന്നു വീഴും യേശുവിൻ നാമത്തിൽ, മന്ത്രങ്ങൾ കത്തിപ്പോകും യേശുവിൻ നാമത്തിൽ. യേശുവിൻ വചനം വാഴട്ടെ, യേശുവിൻ നാമം അത്ഭുതമേ, യേശുവിൻ വചനം വാഴട്ടെ, യേശുവിൻ നാമം അരുളിച്ചെയ്യും എതിരുകൾ കോട്ടകൾ തകർന്നു വീഴും, യേശുവിൻ നാമം അരുളിച്ചെയ്യും എതിരുകൾ കോട്ടകൾ തകർന്നു വീഴും. സാത്താന്റെ കോട്ടകൾ തകർന്നു വീഴും യേശുവിൻ നാമത്തിൽ, മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിപ്പോകും യേശുവിൻ നാമത്തിൽ. ഫലിക്കയില്ല ഒരു മന്ത്രങ്ങളും ദൈവമക്കൾ തൻ മുമ്പിൽ, ഫലിക്കയില്ല ഒരു മന്ത്രങ്ങളും ദൈവമക്കൾ തൻ മുമ്പിൽ. ദൂതരുടെ സ്വന്തം കാവലായി നീക്കുന്നു പണിയടിയാ, സാത്താന്റെ കോട്ടകൾ തകർന്നു വീഴും തന്ത്രങ്ങൾ കത്തിപ്പോകും യേശുവിൻ നാമത്തിൽ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന.
യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ അപകട ശക്തികൾ, അനർത്ഥ ശക്തികൾ, ദുർമരണ ശക്തികൾ, അപകടങ്ങൾ, ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോൾ നീങ്ങി പോകട്ടെ. ഈ നിമിഷങ്ങളിൽ ദിവ്യ കാരുണ്യ ആശീർവാദം നൽകി കുടുംബങ്ങളിൽ നിന്നുള്ള അന്ധകാര പീഡകളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുകയാണ്. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ പാരമ്പര്യ രോഗങ്ങൾ എന്താണോ, പാരമ്പര്യമായുള്ള പ്രശ്നങ്ങൾ എന്താണോ, കുടുംബത്തിൽ തീരാതെ എത്ര പരിഹരിക്കാൻ പറ്റാതെയുള്ള പ്രശ്നം എന്താണോ, അത് വിട്ടുപോകാൻ വേണ്ടി ഇപ്പോൾ രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിലേക്ക് നോക്കി യേശുവിനെ ഉറക്കെ വിളിക്കുന്നു. അത്ഭുത നാമമേ, രോഗസൗഖ്യ നാമമേ, അന്ധകാരം നീക്കുന്ന നാമമേ, അത്ഭുത ശക്തി ജ്വലിക്കട്ടെ ജ്വലിക്കട്ടെ. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേയ്ക്കാരാധന. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു.